ഞാൻ രേവതി വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്നാലേ. നിങ്ങൾ ഇത്രയും ദിവസം ഇവിടെ നന്നായിട്ട് നോക്കി, താങ്ക്സ്. ഇനി ചത്താലും ഞാൻ അവളെ ഇങ്ങോട്ട് വിടൂല. അളിയ എന്തിനിപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ എങ്ങനെ പറയണോ അളിയ? അടുത്ത മാസം എൻ്റെ അനിയത്തി വീട്ടിലോട്ട് വരും ആദ്യത്തെ പ്രസവത്തിന്. അവളുടെ എല്ലാ ചിലവും ഞാൻ നോക്കണ്ടേ? അത് ഞാൻ നോക്കും, കടം മേടിച്ചിട്ടാണെങ്കിലും അല്ലേ. കാരണം നിങ്ങൾക്കില്ലാത്തൊരു സാധനം എനിക്കുണ്ടായിപ്പോയി, അന്തസ്സേ. അത് നിങ്ങളുടെ കുടുംബത്തിലുണ്ടെന്ന് ഞാൻ വിചാരിച്ചു പോയി, അവിടെ എനിക്ക് തെറ്റി. എന്തിനാണ് ശ്രീ ഇങ്ങനെ കാട് കയറി പറയുന്നത്? അല്ല, ഈ പെണ്ണിന്റെ ആദ്യത്തെ പ്രസവം നോക്കേണ്ടത് പെണ്ണ് വീട്ടുകാരാണ്. അതാണ് നാട്ടു നടപ്പ്. അതിപ്പോ നൈസായിട്ട് എന്റെ തലയിൽ അടിച്ചിട്ടിട്ട് നമ്മൾ നിന്നെ അഭിമാനി എന്ന് വിളിക്കുന്നു. ശ്രീ, എൻ്റെ അച്ഛനും അമ്മയും മരിച്ചുകൊണ്ട് എൻ്റെ പ്രസവ സമയത്ത് എല്ലാ ചെലവും ജയറാമാണ് നോക്കിയത്. അപ്പോൾ ഈ പറയുന്ന നാട്ടു നടപ്പൊന്നും ഇല്ലേ? പിന്നെ അളിയൻ പറഞ്ഞില്ലേ അന്തസ്സിൻ്റെ കാര്യം. പണ്ട് ആരോ കണ്ടുപിടിച്ച ആചാരം നടത്തണതാണോ അതോ സ്വന്തം ഭാര്യയുടെ പ്രസവ ചെലവ് സ്വന്തം പൈസയിൽ നടത്തണതാണോ അന്തസ്? അഭിമാനം നോക്കിയുള്ള ചടങ്ങുകളൊക്കെ നടത്തി നാളെ നിങ്ങളങ്ങ് പോകും. പക്ഷെ ജീവിതകാലം മുഴുവൻ ഈ കടത്തിന് പിറകെ ഓടേണ്ടത് ഞങ്ങൾ തന്നെയല്ലേ? പണ്ടുള്ള ആൾക്കാർ കുറേ ആചാരങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. കെട്ടിച്ചു വിട്ട സഹോദരിയുടെ ആദ്യത്തെ പ്രസവം നോക്കണം, 28 വരെയുള്ള ചെലവ് നോക്കണം. ഇനി ഇതെല്ലാം കഴിയുമ്പോൾ നൂലുകെട്ടിൻ്റെ അന്ന് കുറേ എണ്ണം വരും. മാമയിട്ട മാലയുടെ തൂക്കം എത്ര, അച്ഛൻ കെട്ടിയ അരഞ്ഞാണത്തിൻ്റെ നീളം എത്ര എന്ന് നോക്കിക്കൊണ്ട്. ഇനിയിപ്പോൾ ഇതൊന്നും നടത്താൻ കയ്യിൽ പൈസ ഇല്ലെങ്കിലോ കടം മേടിച്ചെങ്കിലും നമ്മൾ നടത്തണം. ഇല്ലെങ്കിൽ നമ്മൾ അന്തസ്സില്ലാത്തവരാകും.